ഡൽഹി സുൽത്താനേറ്റ്. തുർക്കികളുടെ ആക്രമണത്തിനു ശേഷം 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച 5 പ്രധാനപ്പെട്ട രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സെയ്ദ് വംശം, ലോധി വംശം. ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അങ്ങനെയിരിക്കെ തുർക്കിയുടെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഘോറി പൃഥ്വിരാജ് ചൗഹാനെ ആക്രമിക്കുകയുണ്ടായി. അതാണ് ഒന്നാം തൈറൻ യുദ്ധം. 1191 നടന്ന ഈ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ വിജയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പ്രതികാരദാഹിയായിരുന്ന മുഹമ്മദ് ഘോറി 1192 വീണ്ടും തിരിച്ചടിച്ചു. രണ്ടാം തൈറൻ യുദ്ധത്തിലൂടെ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. 1206 ആയപ്പോഴേക്കും പൃഥ്വിരാജ് ചൗഹാൻ വധിക്കപ്പെടുകയും ഡൽഹിയുടെ ഭരണം തുർക്കികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മുഹമ്മദ് ഘോറിയുടെ അനുചരനായിരുന്ന കുത്തുബ്ദീൻ ഐബക്കാണ് പിന്നീട് അടിമവംശം സ്ഥാപിച്ചത്. മുഹമ്മദ് ഘോറിയുടെ മരണത്തെ തുടർന്നാണ് അടിമവംശം സ്ഥാപിക്കപ്പെടുന്നത്. 1206 മുതൽ 1290 വരെ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ സുൽത്താൻ മുസ്ലിം രാജവംശമാണ് അടിമവംശം. സ്ഥാപകൻ കുത്തുബ്ദീൻ ഐബക്കാണ്. അടിമവംശത്തെ മാലൂക്ക് വംശം, ഇർബാരി വംശം, യാമിനി വംശം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ലാഖ് എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയായിരുന്നു കുത്തുബ്ദീൻ ഐബക്ക്. ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്നാണ് ഇതിനർത്ഥം. ഖാജ കുത്തുബ്ദീൻ ബക്തിയാർ കാക്കി എന്ന സൂഫി സന്യാസിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കുത്തുബ് മീനാർ പണി ആരംഭിച്ച സുൽത്താൻ കുത്തുബ്ദീൻ ഐബക്കാണ്. പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷിൻ്റെ കാലത്താണ്. കുത്തുബ് മീനാറിൻ്റെ ഉയരം 237.8 അടിയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച അടുത്ത നിർമ്മിതിയാണ് കുവത്തുൽ ഇസ്ലാം പള്ളി. കുത്തുബ്ദീൻ ഐബക്കിൻ്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം താജ് ഉൽ മാസിർ എന്നറിയപ്പെടുന്നു. കുത്തുബ്ദീൻ ഐബക്കിന് ശേഷം ഭരണത്തിൽ വന്നത് ആരംഷയാണ്. എന്നാൽ ആരംഷയെ വധിച്ച് അധികാരം പിടിച്ചെടുത്ത ആളാണ് ഇൽത്തുമിഷ്. ലാഹോറിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്കാക്കിയതും ഇൽത്തുമിഷാണ്. തക്ക എന്ന വെള്ളി നാണയവും ജിറ്റാൾ എന്ന ചെമ്പ് നാണയവും പുറത്തിറക്കിയത് ഇദ്ദേഹമാണ്. കുത്തുബ് മീനാറിൻ്റെ പണി കഴിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ഇൽത്തുമിഷിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകളായ സുൽത്താന റസിയാണ് ഭരണത്തിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ. ഇന്ത്യ ഭരിച്ച ഏക മുസ്ലിം ഭരണാധികാരി കൂടിയാണ് സുൽത്താന റസിയ. 4 വർഷം മാത്രമായിരുന്നു ഭരണകാലഘട്ടം. സുൽത്താന റസിയയെ തുടർന്ന് പിന്നീട് വന്ന ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൺ. 1236 മുതൽ 1240 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് താൻ എന്നാണ് സ്വയം അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. രണ്ടാം അടിമവംശ സ്ഥാപകനാണ് അദ്ദേഹം. കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ച ഭരണാധികാരിയായിരുന്നു ബാൽബൺ. പേർഷ്യൻ രീതിയിലുള്ള നവവത്സരാഘോഷമായ നവ്റോസ് ആരംഭിച്ചത് ഇദ്ദേഹമാണ്. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ചു. അടിമവംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ബാൽബൺ. കൊട്ടാരം അറിയപ്പെട്ടിരുന്നത് ലാൽ മഹൽ അഥവാ ചുവന്ന കൊട്ടാരം എന്നാണ്. അടിമവംശത്തിലെ അവസാന സുൽത്താനാണ് കൈക്കോബാദ്. അടിമവംശത്തെ തുടർന്ന് നിലവിൽ വന്ന രാജവംശമാണ് ഖിൽജി രാജവംശം. 1290 മുതൽ 1320 വരെയാണ് ഈ രാജവംശത്തിൻ്റെ കാലഘട്ടം. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യ ഭരിച്ച രാജവംശമാണ് ഖിൽജി രാജവംശം. സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജി. തലസ്ഥാനം ഡൽഹി. കൈക്കോബാദിനെ പരാജയപ്പെടുത്തിയാണ് ഖിൽജി വംശം ജലാലുദ്ദീൻ ഖിൽജി സ്ഥാപിക്കുന്നത്. സ്വന്തം അമ്മാവനെ കൊലപ്പെടുത്തി ജലാലുദ്ദീൻ ഖിൽജിയെ കൊലപ്പെടുത്തിയാണ് അലാവുദ്ദീൻ ഖിൽജി ആ സ്ഥാനം കൈയടക്കുന്നത്. ആദ്യമായി ഒരു ഹിന്ദു സ്ത്രീയെ വിവാഹം കഴിച്ച മുസ്ലിം ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. യഥാർത്ഥ പേര് അലിഗൻ ഷെർഫ് എന്നാണ്. രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെടുന്നു. കമ്പോള നിയന്ത്രണവും തപാൽ സമ്പ്രദായവും കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഖിൽജി വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു ഖുസ്രു ഖാൻ. ഖിൽജി വംശത്തെ തുടർന്ന് 1320 മുതൽ 1414 വരെ നിലനിന്നിരുന്ന രാജവംശമാണ് തുഗ്ലക് രാജവംശം. ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്നത് തുഗ്ലക് രാജവംശമാണ്. സ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്.
ഖുസ്രുഖാനെ വധിച്ചാണ് തുഗ്ലക് വംശം സ്ഥാപിച്ചത്. കൊട്ടാരത്തിൽ നൃത്തവും സംഗീതവും നിരോധിച്ച സുൽത്താനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ പേര് ഗാസി മാലിക് എന്നാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയ സുൽത്താനാണ്. ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി ഏർപ്പെടുത്തിയതും മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം വന്ന രാജാവാണ് ഫിറോസ് ഷാ തുഗ്ലക്. ഹിന്ദുക്കളുടെ മേൽ ആദ്യമായി ജസിയ എന്ന നികുതി ഏർപ്പെടുത്തിയ സുൽത്താനാണ് ഇദ്ദേഹം. ഇന്ത്യയിൽ ആദ്യമായി ജലസേചന സൗകര്യങ്ങൾ ആരംഭിച്ചതും യമുന കനാൽ നിർമ്മിച്ചതും ഇദ്ദേഹമാണ്. അദ്ദേഹം പണി കഴിപ്പിച്ച നഗരങ്ങൾ ഫിറോഷാബാദ്, ഫിറോഷാ കോട്ല എന്നിങ്ങനെ അറിയപ്പെടുന്നു. തുഗ്ലക് വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ സെക്കൻഡ് അഥവാ നസറുദ്ദീൻ മുഹമ്മദ്. സെയ്ദ് വംശം 1414 മുതൽ 1451 വരെ നിലനിന്നിരുന്ന ഭരണകാലഘട്ടം. സ്ഥാപകൻ ഹിസിർ ഖാൻ. സെയ്ദ് വംശത്തിലെ അവസാന ഭരണാധികാരി അലാവുദ്ദീൻ ആലംഷെ ആണ്. ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ രാജവംശമാണ് ലോധി രാജവംശം. 1451 മുതൽ 1526 വരെയാണ് ലോധി രാജവംശം നിലനിന്നിരുന്നത്. സ്ഥാപകൻ ബഹ്ലോൻ ലോധി. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ രാജവംശമാണ് ലോധി വംശം. ലോധി വംശത്തിലെ പ്രധാന ഭരണാധികാരി സിക്കന്ദർ ലോധി. ഇദ്ദേഹമാണ് തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയത്. ലോധി വംശത്തിലെ അവസാനത്തെ രാജാവാണ് ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിയെയാണ് പിന്നീട് മുഗൾ രാജാവായ ബാബർ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തിയത്. ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526 മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത് ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിലൂടെയാണ്.